ലൈഫ് ടുഡേ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നല്ലൊരു ഹെൽത്തി ആൻഡ് ടേസ്റ്റി മിക്സഡ് വെജിറ്റബിൾ തോരനാണ് തയ്യാറാക്കുന്നത്. പാവയ്ക്കായും ക്യാരറ്റും കൂടെ വെച്ചിട്ടാണ് ഈ തോരൻ തയ്യാറാക്കുന്നത്. പാവയ്ക്ക തോരൻ വെച്ചാൽ കഴിക്കാൻ മടിയുള്ളവരാണ് ഒട്ടുമിക്ക ആൾക്കാരും. അവർക്ക് നല്ലൊരു ഓപ്ഷനാണ് ഈ തോരൻ. കൂടെ ക്യാരറ്റും കൂടെ ചേരുമ്പോൾ അതിൻ്റെ ടേസ്റ്റും ഗുണവും ഒക്കെ ഇരട്ടിക്കുകയും ചെയ്യും. 2 വലിയ ക്യാരറ്റും പാവയ്ക്കായും കൊത്തി അരിഞ്ഞു വയ്ക്കുക. ഒരു മുറി തേങ്ങ ചിരകിയത്, ഒരു സവോള കൊത്തി അരിഞ്ഞത്, നല്ല എരിവുള്ള ഒരു പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത്, ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞത്, ഇത്ര എടുത്ത് വയ്ക്കണം. ഇനി ഒരു ഉരുളി ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം 1 ടീസ്പൂൺ കടുക് പൊട്ടിക്കാം. കടുക് പൊട്ടിയതിന് ശേഷം അരിഞ്ഞു വെച്ച സവോളയും പച്ചമുളകും ഇഞ്ചിയും കൂടെ അല്പം ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. മൊരിയോ കളർ മാറുകയോ ഒന്നും ചെയ്യണ്ട. അതിലേക്ക് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൊത്തിയരിഞ്ഞ് ക്യാരറ്റും പാവയ്ക്കായും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. തേങ്ങ ഇപ്പോൾ ചേർക്കുന്നില്ല. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം മീഡിയം ഫ്ലെയിമിലാക്കി ഒന്ന് മൂടി വെച്ച് അല്പസമയം വേവിച്ചെടുക്കാം. ഒരു 3 മിനിറ്റിന് ശേഷം അടപ്പ് തുറന്ന് നന്നായിട്ട് ഒന്നുകൂടെ ഇളക്കി യോജിപ്പിക്കാം. ഒരു പകുതി മുക്കാൽ വേവായിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ചിരകി വെച്ച തേങ്ങായും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ആവശ്യമെങ്കിൽ 1 ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പൊക്കെ കറക്റ്റാണോ എന്ന് നോക്കിയ ശേഷം ഒന്നുകൂടെ മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു 4-5 മിനിറ്റ് വേവിച്ചെടുക്കാം. അപ്പോഴേക്ക് ഈ തോരൻ വെന്ത് നല്ല റെഡിയായി കിട്ടും. വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ സാധിക്കും. പാവയ്ക്കായുടെ ഒരു കയ്പോ ക്യാരറ്റിൻ്റെ മധുരമോ ഒന്നും ഇത് ഫീൽ ചെയ്യാലോ. എല്ലാം കൂടെ കൂടി ഇഞ്ചിയൊക്കെ ചേരുമ്പോൾ നല്ലൊരു ടേസ്റ്റായി മാറും. പാവയ്ക്കയുടെയും ക്യാരറ്റിൻ്റെയും ഗുണത്തിൻ്റെ കാര്യം പിന്നെ എടുത്തു പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യുക. അടുത്ത വീഡിയോയുമായി ഉടനെ കാണാം. താങ്ക്